പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷനിലൂടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന സ്വർഗീയ ദൂത് ഓരോ വിശ്വാസിയുടെയും അധരങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ്. ദർ ഈസ് പവർ ഇൻ യുവർ വേർഡ്സ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ വിശ്വാസിയുടെയും അധരങ്ങളിൽ യേശു തൻ്റെ അധികാരം മറച്ചു വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ സഭാ പൈതലിനും സ്വർഗം തുറക്കുവാനും നരകത്തെ അടയ്ക്കുവാനുമുള്ള അധികാരം പരിശുദ്ധാത്മാവ് വഴിയായി ദൈവം പ്രദാനം ചെയ്തിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം വാക്യം ഇപ്രകാരം വചനം പറയുന്നു: ദാവീദ് ഭവനത്തിന് താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ആരുടെ കൈകളിലാണ്? അത് ദൈവപിതാവ് തൻ്റെ പുത്രനായ യേശുവിൻ്റെ കരങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവരിലേക്ക് യേശു തൻ്റെ അധികാരം പകരുകയാണ്. യേശുവിൻ്റെ അധികാരം ദൈവം ഓരോ വിശ്വാസികളിലേക്കും പകരുമ്പോൾ അത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളിൽ വെളിപ്പെടുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ അധികാരം. ഈ ഒരു അധികാരത്തിലേക്കാണ് ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 7-8 വചനത്തിലൂടെ ദാവീദിൻ്റെ താക്കോൽ യേശുവിൻ്റെ കരങ്ങളിലാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: ഫിലദൽഫിയ സഭയുടെ ദൂതനോട് എഴുതുക, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നതിനുമായും പറയുന്നു, നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണെങ്കിൽ നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വചനം കാക്കുന്നവരിലേക്ക്, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവരിലേക്ക് കർത്താവ് ഒരു താക്കോൽ നൽകുകയാണ്. അതെന്താണ്? ദൈവരാജ്യത്തെ തുറക്കുവാനും നരക കവാടങ്ങളെ അടയ്ക്കുവാനുമുള്ള അധികാരവും ശക്തിയുമാണ്. പരിശുദ്ധമ്മ 1981 ജൂൺ 24-ാം തീയതിയാണ് യൂറോപ്പിലെ ബോസ്നി എന്ന രാജ്യത്തുള്ള മിർജുഗൊറിൻ മലനിരകളിലേക്ക് ഇറങ്ങി വന്നത്. അവിടെ പരിശുദ്ധമ്മ മിരിയാന എന്ന പെൺകുട്ടിയോട് പറഞ്ഞ വലിയൊരു സ്വർഗീയ രഹസ്യമുണ്ട്. അതിപ്രകാരമാണ്: മോളെ, നീ നിൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളുടെ മധ്യേ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് എൻ്റെ പുത്രനായ യേശു നാമത്തെ വിളിക്കുകയാണെങ്കിൽ 2 അത്ഭുതങ്ങൾ സംഭവിക്കും. 1, സ്വർഗ കവാടം തുറക്കപ്പെടും. 2, നരക കവാടം അടയ്ക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ പരിശുദ്ധാത്മാ വഴിയായി യേശു നമുക്ക് കൈമാറുകയാണ്. ഈ വചനം ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. ദാവീദ് ഭവനത്തിന് താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപിതാവിനോട് ചോദിക്കുന്നതിൽ കർത്താവ് ഇതാ തുറക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ മുന്നിലേക്ക് ഇതാ ശക്തിയോടെ കടന്നു വരികയാണ്. ദെയർ ഈസ് പവർ ഇൻ യുവർ വേർഡ്സ്. ഓരോ വിശ്വാസിയുടെയും അധരങ്ങളിൽ ദൈവശക്തി മറഞ്ഞിരിക്കുന്നു. അത് ആര് പ്രയോജനപ്പെടുത്തുന്നു അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വചനം തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വചനം എനിക്ക് നൽകുകയാണ്. അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യമാണ്. വചനം ഇപ്രകാരം പറയുകയാണ്: നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലക്കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നീ അവരുടെ അടുത്തേക്ക് പോകുകയില്ല, അവർ നിൻ്റെ അടുക്കിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണിത്. എന്താണ് വാഗ്ദാനം? നീ തിരിച്ചു വന്നാൽ. എന്താണ് തിരിച്ചു വരവ്? അത് അനുതാപത്തോടെയുള്ള മാനസാന്തരമാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ കർത്താവ് പറയാം: ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും, ഞാൻ നിനക്ക് വീണ്ടും അഭിഷേകം നൽകും, ഞാൻ നിനക്ക് വീണ്ടും ശക്തി നൽകും. പിന്നീട് കർത്താവ് പറയാണ്: നീ വിലക്കെട്ടവ പറയാതെ. എന്താണ് വിലക്കെട്ടത്? അത് പിശാചിൻ്റെ വാക്കുകളാണ്, അത് ലോകത്തിൻ്റെ വാക്കുകളാണ്, അത് അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, അത് ശാപവാക്കുകളാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ വിലക്കെട്ടവ പറയാതെ
കർത്താവിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സംസാരിക്കാൻ തുടങ്ങിയാൽ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങിയാൽ, കർത്താവ് പറയാണ്, നിന്റെ അധരം എൻ്റെ അധരം പോലെ ആയിരിക്കും. നിന്റെ അധരം ഒരു പ്രവാചകൻ അധരം പോലെ എന്നല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറയാണ്, നിന്റെ അധരം എൻ്റെ അധരം പോലെയായിരിക്കും. സർവശക്തനായ കർത്താവിൻ്റെ അധരമായി നമ്മുടെ അധരങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഇതാ കർത്താവ് കടന്നു വരികയാണ്. എന്താണ് കർത്താവിൻ്റെ അധരത്തിൻ്റെ പ്രത്യേകത? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:43 വാക്യം, യേശു ലാസറിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. യേശു പ്രകാരം പറഞ്ഞു, ലാസറെ പുറത്തു വരിക. കർത്താവിൻ്റെ വാക്കുകൾ അതിശക്തമായ അഭിഷേകം. ഇതാ വചനം പറയുന്നു, യോഹന്നാൻ 6:63, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളിലും ജീവനുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ സഭാ പൈതലിൻ്റെയും അധരങ്ങളിൽ അഭിഷേകമുണ്ട്, ജീവനുണ്ട്. നമ്മൾ പറയുന്നവ അത് സംഭവിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു വചനം പറഞ്ഞു, അത് അവിടെ സംഭവിച്ചു. വീണ്ടും മാർക്കോസ് എഴുതിയ സുവിശേഷം അവിടെ 7-ാം അധ്യായം അവിടെ 33-34 വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ബദിരനും മൂകനുമായ ഒരു വ്യക്തിയെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. യേശു എന്താണ് ചെയ്യുന്നത്? യേശു ഇതാ ആ വ്യക്തിയുടെ അധരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം കടന്നു വന്നു. ഇതാ അവൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം തുറക്കപ്പെടുകയാണ്. അവനെ അടക്കി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യം തകരുകയാണ്. അവൻ്റെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്തിരുന്ന സകല പൈശാചിക പീഡകളും വിട്ടുമാറുകയാണ്. ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അവൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ വിടുതൽ പ്രാപിക്കുകയാണ്. യേശു പ്രകാരം പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് യേശു നമ്മെ സ്വതന്ത്രമാക്കാൻ പോകുന്നത്? നമ്മൾ അധരങ്ങൾ കൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയുമ്പോഴാണ്. നമ്മൾ അധരങ്ങൾ കൊണ്ട് വാഗ്ദാനങ്ങൾ ഏറ്റുപറയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് റോമ 4:16 വചനം പറയുന്നു, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആ വിശ്വാസം എപ്രകാരമാണ് നമ്മിൽ ആക്റ്റീവ് ആകുന്നത്? ശ്രദ്ധിക്കുക. അത് റോമാക്കാർക്കെതിരെ ലേഖനം പൗലോസ് എപ്രകാരം പറയുന്നു, 10-ാം അധ്യായം 9-ാം വാക്യം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്താണ് പരിശുദ്ധാത്മ എഴുതി വച്ചിരിക്കുന്നത്? നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം നീ ഏറ്റുപറയുമ്പോഴാണ് അധികാരം നിന്നിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. അവിടെ സാത്താൻ കോട്ടകൾ തകരാൻ തുടങ്ങും. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവ് നമുക്ക് നൽകുകയാണ്. അവിടെ ദൈവത്തിൻ്റെ സമാധാനം നമ്മിലേക്ക് ഇറങ്ങി വരും. എവിടെ അശാന്തിയുണ്ടോ അവിടെ യേശു കർത്താവോട് നെറ്റ് പറയുമ്പോൾ സമാധാനത്തിൻ്റെ രാജാവ് അവിടേക്ക് കടന്നു വരും. എവിടെ രോഗപീഠയുണ്ടോ അവിടെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുമ്പോൾ ആ ശരീരത്തിലേക്ക് സൗഖ്യമായി യേശു കടന്നു വരികയാണ്. എവിടെ ജീവനില്ലാത്ത അവസ്ഥയുണ്ടോ അവിടെ യേശു നാമം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, യോഹന്നാൻ 10:10 യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ജീവൻ്റെ സമൃദ്ധി ആ വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. എവിടെ ഭിന്നതയുണ്ടോ, എവിടെ കലാപമുണ്ടോ അവിടെ യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയാണ്. എല്ലാം ക്രമീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമുക്ക് നൽകുന്ന ഈ അധികാരം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരിൽ ഇപ്പോൾ തന്നെ ഈ അധികാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംഭവം ഓർക്കുകയാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഇറ്റലി മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട മകനുമായി അസീസിയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പൻ്റെ പേരാണ് ജിയോവാനി, മകൻ്റെ പേരാണ് ജോൺ. ജോൺ എന്ന ആ ചെറുബാലിന് 4 വയസ്സേ ആയിട്ടുള്ളൂ. എന്നാൽ പനി വിട്ടുമാറുന്നില്ല. മാതാപിതാക്കൾ ഒരുമിച്ചാണ് പ്രിയപ്പെട്ട വിശുദ്ധനടുത്തേക്ക് കൊണ്ടുവരുന്നത്. അവർക്കറിയാം മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധനുമേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. അത് അറിയാമായിരുന്ന ആ മാതാപിതാക്കൾ കണ്ണുനീരോടെ വിശുദ്ധനടുത്തേക്ക് കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നെറ്റിൽ കുരിശടയാളം വരച്ച് ഇപ്രകാരം പറഞ്ഞു, ഓ ധനവന്തര. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഓ നല്ല കാലം വരുന്നു.
പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകൾ സ്വർഗം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ സ്വർഗം കാത്തിരിക്കുകയാണ്. നിന്റെ അധരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു എന്ന് സ്വർഗം നോക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണോ? സ്നേഹത്തിൻ്റെ വാക്കുകളാണോ? സൗഖ്യത്തിൻ്റെ വാക്കുകളാണോ? വിശ്വാസത്തിൻ്റെ വാക്കുകളാണോ? സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതാ മറ്റൊരു വചനം പറയുന്നു. മത്തായി 12:37 വചനപ്രകാരം പറയാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്മ പറഞ്ഞാൽ അത് സംഭവിക്കും, തിന്മ പറഞ്ഞാലും അത് സംഭവിക്കും. ഇവിടെ ഫ്രാൻസിസ് അസീസി ഒരു വലിയ നന്മ പറയുകയാണ്. ഒരു അഭിഷേകത്തിൻ്റെ വാക്കുകൾ പറയാണ്. എന്താണ് പറഞ്ഞത്? ഓ നല്ല കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ ജീവിതത്തിൽ അപ്പോൾ മുതൽ അത് സംഭവിക്കുകയാണ്. അവൻ്റെ പനി വിട്ടുമാറുകയാണ്. ബനവന്ധാര എന്ന ആ പേര് തന്നെ മാതാപിതാക്കൾ ആ കുഞ്ഞിന് ഇടുകയാണ്. ആ കുഞ്ഞ് പിന്നീട് നല്ലപോലെ പഠിക്കുകയാണ്. അവൻ ഇതാ സെമിനാരിൽ ചേരുകയാണ്. നല്ലൊരു വൈദികനാകുന്നു. അതിനുശേഷം നല്ലൊരു ബിഷപ്പാകുന്നു. ശേഷം നല്ലൊരു കർദിനാളാകുന്നു. ശേഷം പ്രിയപ്പെട്ടവരെ, സഭയിലെ വലിയ ഒരു വിശുദ്ധനായി ആ വിശുദ്ധൻ രൂപാന്തരപ്പെടുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ദൈവശക്തി? അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവശക്തിയാണ്. അവൻ്റെ ജീവിതത്തെ അത് കീറി മുറിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളോട് പറയുന്നു, നിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങൾ പരിശുദ്ധാത്മാവിനായി വിട്ടുകൊടുക്കാം. എന്തുകൊണ്ട്? നമ്മുടെ ഭവനങ്ങളിൽ അനർത്ഥങ്ങളും അപകടങ്ങളും ശാപങ്ങളും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണമുണ്ട്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ശാപവാക്കുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 109 സങ്കീർത്തനം 17 ഇപ്രകാരം പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? അവൻ്റെ അധരങ്ങളിൽ നിന്ന് എപ്പോഴും ശാപവാക്കുകൾ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ശാപം അവനെ മൂടട്ടെ. അനുഗ്രഹിക്കാൻ അവൻ മറന്നുപോയി, അവന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹം അവനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വില കൊടുക്കേണ്ടി വരും. നമ്മൾ ശാപവാക്കുകൾ പറഞ്ഞാൽ ശാപം നമ്മെ പിന്തുടരും. നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അനുഗ്രഹം നമ്മെ പിന്തുടരും. സംഗീതത്തിൻ്റെ പുസ്തകം 23:6 പറയാണ്, ദാവീദ് പറയാണ്, കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെയും കുടുംബത്തെയും അനുഗമിക്കും, എന്നെ അനുഗമിക്കുമെന്നാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇതാ അനുധാവനം ചെയ്തു. അവനെ പിൻചൊല്ലി. എന്തുകൊണ്ട്? അവൻ്റെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതികൾ ഉയർന്നു. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുന്ന വാക്കുകൾ കടന്നു വന്നു. കഷ്ടതയുടെ മധ്യേ, വേദനയുടെ മധ്യേ, അവഗണനയുടെ മധ്യേ, തിരസ്കരണത്തിൻ്റെ മധ്യേ, ഒന്നുമില്ലായ്മയുടെ മധ്യേ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ അധരങ്ങളിൽ നിന്ന് കടന്നു വന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവനിൽ ജീവനായി വെളിപ്പെടുകയാണ്, അവനിൽ വിജയമായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധയോടെ ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു ചെറു സന്തോഷത്തിന് പോലും മോശം വാക്കുകൾ പറയുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഇപ്പോൾ തീരുമാനമെടുക്കുക. അവിടെ അത്ഭുതങ്ങൾ നമുക്കായി തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് പഴയ നിയമത്തിൽ ഒരു വചനഭാഗമാണ്. 1 സാമുവേൽ 17 അവിടെ 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. 1 സാമുവേൽ 16 12 സാമുവേൽ പ്രവാചകൻ ദാവീദ് എന്ന ആ ചെറുപ്പക്കാരനെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അഭിഷേകം ചെയ്യുകയാണ്. അവിടെ വചനം പറയുന്നു, അപ്പോൾ മുതൽ 16:13 അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ദാവീദിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കുന്ന അഭിഷേകം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ അത് അപ്പോൾ തന്നെ ആക്റ്റീവ് ആവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവശക്തി പ്രകടമായി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. അത് അവൻ്റെ മാത്രം ഒരു പ്രതിസന്ധിയല്ല, അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധിയാണ്. ആർക്കും ഗോലിയാത്ത് എന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഗോലിയാത്ത് ഒരു വ്യക്തിയല്ല, അത് ഒരു മനോഭാവമാണ്, അതൊരു പ്രതിസന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ ദാവീദിൻ്റെ മുന്നിൽ, ഇസ്രായേൽ ജനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഇസ്രായേൽ ജനം മുഴുവനും അവൻ്റെ മുന്നിൽ തോറ്റ് പിന്മാറുകയാണ്. എന്നാൽ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ അവൻ എന്താണ് പറയുന്നത്? 1 സാമുവേൽ 17 45, 46, 47 ദാവീദ് ഗോലിയാത്തിനെ നോക്കി പറയുകയാണ്, ഞാൻ വരുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്,
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ദാവീദ് എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഗോലിയാത്തെ, ഞാൻ വരുന്നത് എൻ്റെ നാമത്തിലല്ല. എൻ്റെ നാമത്തിൽ വന്നാൽ ഞാൻ തീർച്ചയായും പരാജയപ്പെടും. എന്നാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സർവാധികാരിയായ, സർവശക്തനായ, അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ഗോലിയാത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ലോകത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും. നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മുടെ കുടുംബത്തെ പണിതുയർത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ മക്കളെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നു. പ്രതിസന്ധികൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ വരുമാന മാർഗങ്ങളിൽ ഫലമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വന്തം ശക്തി. എന്നാൽ കർത്താവ് പറയാണ്, സക്രിയ 4:6, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിൻ്റെ ശക്തിയല്ലത്രേ. ദാവീദിന് ഈ രഹസ്യം അറിയായിരുന്നു. ദാവീദ് പറഞ്ഞു, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഞാനല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്, എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത്. വീണ്ടും ദാവീദ് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതൊരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ സാത്താൻ പരാജയപ്പെടുകയാണ്. തിന്മയെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, നമ്മെ വേദനിപ്പിക്കുന്ന സകല മേഖലകളെയും നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയണം, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വർഗത്തിൻ്റെ സർവാധിപത്യം കടന്നു വരികയാണ്. നരകത്തിൻ്റെ എല്ലാ അധിപത്യങ്ങളും തകർന്നു വിടുകയാണ്. വീണ്ടും ദാവീദ് പ്രകാരം പറഞ്ഞു, ഈ ദേശത്ത് ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ ആദരങ്ങൾ കൊണ്ടുള്ള ഓരോ വാക്കുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവം മഹത്വപ്പെടുത്തും. നമ്മുടെ യുദ്ധം കർത്താവ് ഏറ്റെടുക്കും. യുദ്ധത്തിൽ കർത്താവ് വിജയം നൽകും. കർത്താവ് നമ്മുടെ ശത്രുവിനെ നമ്മുടെ കാൽ കീഴിലാക്കും. നമ്മുടെ ശത്രു ഒറ്റ വ്യക്തിയാണ്, അത് പിശാചാണ്. ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. മനുഷ്യരിലൂടെ ചിലപ്പോൾ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കാം. എന്നാൽ നമ്മുടെ മുന്നിൽ ഒറ്റ പ്രതിസന്ധിയുള്ളൂ. ആ പ്രതിസന്ധിയെ യേശു പരാജയപ്പെടുത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിലെ ബലിയിൽ കർത്താവായ യേശു ക്രിസ്തു അവസാന ശത്രുവിനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരം സ്വീകരിക്കുന്ന വ്യക്തി തിന്മയുടെ മേൽ അധികാരം എടുത്തിരിക്കും. അവന് വിജയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന സംഭവം, സാധു സുന്ദർ സിംഗ് എന്ന കർത്താവിന് പ്രിയപ്പെട്ട സുവിശേഷകൻ ഇന്ത്യയിലുള്ള പഞ്ചാബിൽ ജനിക്കുന്നു. 16ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. അതുവരെ അനേകം സ്ഥലങ്ങളിൽ പോയി ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്, സത്യദൈവത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. അങ്ങനെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയത്ത് ഒരു മാറ്റവുമില്ല. എന്ന പുലർക്കാല സമയം സാധു സുന്ദർ സിംഗ് ഇരിക്കുന്ന മുറിയിൽ മാറ്റങ്ങളുണ്ടായി. അവിടെ വലിയൊരു പ്രകാശം കടന്നു വരികയാണ്. ആ പ്രകാശത്തിൻ്റെ മധ്യേ ഇതാ യേശു കടന്നു വരുന്ന ഇപ്രകാരമാണ് പറഞ്ഞത്, സാധു സുന്ദർ സിംഗ്, നീ അന്വേഷിക്കുന്ന സത്യദൈവം ഞാനാണ് വഴിയും സത്യം ജീവനും, ഞാനാണ് ആദിയും അന്തവും. പ്രിയപ്പെട്ടവരെ, സാധു സുന്ദർ സിംഗ് ഇതാ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. പിന്നീടുള്ള ഏകദേശം 25ഓളം വർഷം ലോകത്തിൻ്റെ അനേകം സ്ഥലങ്ങളിൽ പോയി കർത്താവിന് സുവിശേഷം പ്രഘോഷിച്ചു. അപ്രകാരം ടിബറ്റ് എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഇതാ ആ ടിബറ്റ് എന്ന രാജ്യത്തിലുള്ള ഒരു പട്ടണത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവിടെയുള്ള പട്ടാളക്കാർ അവിടെയുള്ള അധികാരിയായ ലാമയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലാമയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ സുന്ദർ സിംഗിനെതിരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞു, ഇവൻ തെറ്റായ കാര്യങ്ങളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എസ്തഫാനോസിനെതിരെ അന്നത്തെ ഫരിസേയരും നിയമജ്ഞരും പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ലാമ എന്ത് ചെയ്തു? അവരെ തൃപ്തിപ്പെടുത്താൻ അവിടെയുള്ള തലയോട്ടി കിണറിൽ ഇതാ സുന്ദർ സിംഗിനെ എറിഞ്ഞു കൊല്ലുവാൻ ഇതാ വധശിക്ഷ പുറപ്പെടുവിക്കുകയാണ്. ആ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കിണറിൻ്റെ ആ മുകൾ ഭാഗം മുഴുവനും ഇരുമ്പ് ഷീറ്റ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഒരു ഡോർ മാത്രമാണ് ഉള്ളത്. ആ ഡോറ് ഒരു വലിയ താക്കോലിട്ട് അടച്ചിരിക്കുകയാണ്. അത് തുറന്നിട്ടാണ് സാധു സുന്ദർ സിംഗിനെ ആ കിണറിലേക്ക് തള്ളിയിടുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വീണ് കഴിഞ്ഞപ്പോൾ സാധു സുന്ദർ സിംഗിന് ഒരു സത്യം മനസ്സിലായി, ഞാൻ വീണിരിക്കുന്നത് ശവങ്ങളുടെ മധ്യയാണ്. ഇത് അസ്ഥിപഞ്ജരങ്ങളാണ് കിടക്കുന്നത്. വീണപ്പോൾ തന്നെ പരിക്കുകൾ പറ്റി. എന്നാൽ ആ വ്യക്തി ആ വേദനയുടെ മധ്യേ കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. യേശുവിന് അധികാരം ഏറ്റുപറയാൻ തുടങ്ങി. ഏശയ്യാ 22 വചനം, ദാവീദ് ഭവനത്തിന് താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല.
സാധു സുന്ദർ സിംഗ് ആത്മാവിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങേക്ക് വാതിലുകൾ തുറക്കാൻ സാധ്യമാണ്. മൂന്നാമത്തെ ദിവസം രാത്രിയിൽ പൂർണ്ണമായ നിശബ്ദതയാണ്. ഈ സമയം സാധു സുന്ദർ സിംഗിൻ്റെ ശരീരം ഇതാ പതുക്കെ പതുക്കെ ഡൗൺ ആവാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം? മുകളിലുള്ള ഡോർ തുറക്കുന്ന ശബ്ദമാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ ശരീരത്തിൽ എന്തോ സ്പർശിക്കുന്നു. പിടിച്ചു നോക്കിയപ്പോൾ അതൊരു കയറാണ്. ഒരു ശബ്ദം കടന്നു വന്നു, ഈ കയറിൽ പിടിച്ച് മുകളിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, സാധു സുന്ദർ സിംഗ് ഇതാ മുകളിലേക്ക് കടന്നു വരികയാണ്. നോക്കുമ്പോൾ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കുന്നു. തിരിച്ചു നോക്കിയപ്പോൾ ആ ഡോറ് അപ്രകാരം തന്നെ അടഞ്ഞിരിക്കുകയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട സാധു സുന്ദർ സിംഗ് സ്വന്തം ദേശത്തേക്ക് ഓടിപ്പോയില്ല. വീണ്ടും അതേ ദേശത്ത് തന്നെ, അതേ പട്ടണത്തിൽ തന്നെ സുവിശേഷം പ്രഘോഷിച്ചു. വീണ്ടും രാജാവിൻ്റെ പട്ടാളകർ കടന്നു വന്ന് ഇതാ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലാമ എന്ന അധികാരി അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ലാമ ഇപ്രകാരം ചിന്തിച്ചു, എൻ്റെ കൂടെയുള്ള ചില വ്യക്തികൾ കളവ് ചെയ്ത താക്കോൽ മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ വ്യക്തി തുറന്ന് വിട്ടിരിക്കാം. അങ്ങനെ ലാമ തൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു സത്യം ഇതാണ്, ആ താക്കോൽ ഭദ്രമായി അവിടെ തന്നെ ഇരിക്കുന്നു. ലാമ ഭയപ്പെട്ടു പോയി. ലാമ ഭയപ്പെട്ടത് സാധു സുന്ദർ സിംഗിനെയല്ല, സാധു സുന്ദർ സിംഗ് പ്രഘോഷിക്കുന്ന യേശുവിനെയാണ്. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ലാമ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അങ്ങനെ ധാരാളം പാരിതോഷികങ്ങളെല്ലാം ഇതാ സാധു സിംഗിന് കൊടുക്കുകയാണ്. അതൊന്നും ആ വ്യക്തി സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ വീണ്ടും അവിടെ നിന്ന് അനേകം ദേശങ്ങളിലേക്ക് പോകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വാതിൽ തുറക്കുവാൻ നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മുടെ സ്വന്തം ശക്തി ഉപയോഗിച്ച് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും. അതുകൊണ്ട് നന്മയായിട്ടുള്ള തുറക്കാനും തിന്മയായിട്ടുള്ള അടയ്ക്കാനുമാണ് കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിൽ ഇതാ ദൈവരാജ്യം അവൻ തുറക്കുകയാണ് തൻ്റെ വാക്കുകളിലൂടെ. സാത്താൻ്റെ സാമ്രാജ്യം തൻ്റെ വാക്കുകളിലൂടെ ദാവീദ് അടച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും പറയുന്ന ഒരു രഹസ്യമുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ യേശുവിൻ്റെ നാമത്തെ കൂടുതലായി ഏറ്റുപറയുക. അവിടെ അധികാരം വെളിപ്പെടുക തന്നെ ചെയ്യും. ബൈബിൾ ഉടനീളം ധ്യാനിക്കുക. അവിടെ എന്താണ് പ്രധാനമായി കർത്താവ് നൽകിയിട്ടുള്ളത്? അത് സാത്താൻ കോട്ടകളെ തകർക്കാനും ദൈവരാജ്യം പണിതുയർത്താനും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്ന അധികാരമാണ്. 1 രാജാക്കന്മാർ 17-1 അവിടെ ഏലിയ പ്രവാചകൻ ഇത് ആഹാബ് എന്ന രാജാവിൻ്റെ അടുത്ത് കിടന്നു എന്ന് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇനി മുതൽ ഞാൻ പറഞ്ഞല്ലാതെ ഇസ്രായേൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. സത്യദൈവത്തെ അവർ പൂർണ്ണമായും പിൻചെല്ലിയില്ല. അവർ വിഗ്രഹങ്ങളെ പിന്നാലെ പോയി. ഇത് കണ്ട് ഏലിയ പ്രവാചകന് സഹിക്കാൻ പറ്റുന്നില്ല. ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു? ഏലിയ പ്രവാചകനെ കുറിച്ച് വചനം പറയുന്നു, യാക്കോബ് 5:17 അവൻ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 3 വർഷവും 6 മാസവും ഇസ്രായേലിൽ മഴ പെയ്തില്ല. വെളിപാട് പുസ്തകം 11:6 വചനം പറയുന്നു, തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ ആകാശം അടയ്ക്കാനുള്ള അധികാരം കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർക്ക് നൽകിയിരിക്കുന്നു. അതേ അഭിഷേകമാണ് ഏലിയ സ്വീകരിച്ചു. ആകാശത്തെ തൻ്റെ വാക്കുകൾ കൊണ്ട് അടച്ചു കളഞ്ഞു. അത് കർത്താവിൻ്റെ വാക്കുകളായിരുന്നു. വീണ്ടും വചനം പറയുന്നു, യാക്കോബ് 5:18 വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറക്കപ്പെട്ടു, മഴ പെയ്യുകയാണ്. ഓരോ ദൈവ പൈതലിനും ഈ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകൻ അഭിഷേകം ചെയ്ത കർത്താവ് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മെയും അഭിഷേകം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ കർത്താവിൻ്റെ ശക്തിയെ ഏറ്റുപറയും. നമ്മുടെ കുടുംബത്തിൻ്റെ അധികാരം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണെന്ന് ഏറ്റുപറയുക. അവിടെ ദൈവരാജ്യം പണിതുയർത്തപ്പെടും. നമ്മുടെ വരുമാന മാർഗങ്ങളുടെ അധികാരം, നമ്മുടെ ജോലിയുടെ അധികാരം, നമ്മുടെ ശരീരത്തിൻ്റെ അധികാരം, നമ്മുടെ ചിന്തകളുടെ അധികാരം അത് യേശുവിനുള്ളതാണെന്ന് ഏറ്റുപറയുക. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക. അവനെ രാജാവായി ഹൃദയത്തിൽ പൂജിക്കുക. 1 പത്രോസ് 3:15 അവിടെ രാജാതി രാജാവായ കർത്താവിൻ്റെ സർവാധിപത്യം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുകയും അവൻ്റെ നന്മകളും കൃപകളും നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങും. നമ്മൾ നിത്യജീവൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നത് വിശ്വാസത്താൽ സംഭവിക്കുന്നു എന്നുള്ളത് വിശ്വാസത്താൽ കാണുക. ഫെബ്രുവരി 11:22 വചനം, പൂർവ്വ ജോസഫ്
ഇതാ താൻ മരിച്ചതിന് ശേഷം ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമന്ന് വിടുതൽ പ്രാപിച്ച് കാനാൻ ദേശത്തേക്ക് പോകുന്നത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ അസ്ഥികൾ കൊണ്ടുപോകണം. അവൻ വിശ്വാസത്താൽ ഏറ്റു പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് അത് സാധിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങളിൽ നമുക്ക് ആഴമേറിയ ഒരു ജ്ഞാനത്തിന് വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.